നമസ്കാരം, ഞാൻ സിംലു സോണി. ബൊട്ടിക് ടിപ്സിലെ 62ാമത്തെ പാർട്ടാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഷനേൽ എംബ്രോയ്ഡറി മെഷീൻ ഉപയോഗിച്ച്, അതായത് ചെയിൻ സ്റ്റിച്ച് എംബ്രോയ്ഡറി മെഷീൻ ഉപയോഗിച്ച് ടവൽ എംബ്രോയ്ഡറി അല്ലെങ്കിൽ ലൂപ്പിംഗ് എംബ്രോയ്ഡറി എന്ന് പറയും. അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മെഷീൻ തായ്സെങ്ങിൻ്റെ പേൾ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇതിന് നമുക്ക് 6 ത്രെഡ് യൂസ് ചെയ്യുന്ന മെഷീനാണ്. ഇപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോർമൽ എംബ്രോയ്ഡറിക്ക് ആണെങ്കിൽ നമുക്ക് 12 നീഡിലുള്ള മെഷീനാണ്. അതേസമയം നമുക്ക് ചെയിൻ സ്റ്റിച്ചിനാണെങ്കിൽ 6 ത്രെഡാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചെയിൻ സ്റ്റിച്ചിനാണെങ്കിൽ നമുക്ക് ത്രെഡ് വ്യത്യാസമുണ്ട്. ഇതുപോലുള്ള യാണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ത്രെഡ് തന്നെയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ നെറ്റ് മെറ്റീരിയലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫ്രെയിം നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അടിയിൽ നമ്മൾ വാട്ടർ സോൾബിളും കൂടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു 3 കളറായിട്ടുള്ള ചെറിയ ഫ്ലവറാണ് ഇപ്പോൾ ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇതിപ്പം ഏരിയ ഒന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യാണ്. ലേസർ ലൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാവും എവിടെയാണ് വരുന്നത് എന്നുള്ളത്. ഈ ലേസർ ലൈറ്റ് ഉള്ളത് കൊണ്ട് അറിയാൻ പറ്റും. അപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ ഒരു 3 കളറ് ത്രെഡാണ് ഞാനിപ്പം യൂസ് ചെയ്തിട്ടുള്ളത്. അന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫ്ലവർ പോലെ. നമുക്കിപ്പോ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് സോഫ്റ്റ്വെയറിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫ്ലവർ മാത്രമായിട്ട് ഇതിൽ കാണിക്കുന്നു എന്ന് മാത്രം. നമ്മുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യാം. ഈ ചെയിൻ സ്റ്റിച്ചിന്റെ മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബോബിന്റെ ആവശ്യമില്ല. കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന കോൺ എത്രയുണ്ടോ അത് തീരണത് വരെ അൺലിമിറ്റഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നോളൂ. അപ്പം 6 ത്രെഡ് 6 നീഡിൽ വന്ന് ചെയിൻ സ്റ്റിച്ചും 12 നീഡിൽ വന്ന് നോർമൽ എംബ്രോയ്ഡറി ആണ്. അതിലിപ്പം ഒരു ഡിവൈസ് വന്ന് ബീഡിങ്ങും ഒരു ഡിവൈസ് വന്ന് കോഡിങ്ങിൻ്റെയും കൂടി ആയിട്ടുള്ള മെഷീനാണിത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി എന്താന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ ഡ്രസ്സ് എന്ന് പറയുമ്പം നമുക്ക് പല മോഡലുകളായിട്ട് നമുക്ക് ചെയ്യാം. കാരണം ഇതെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ്. നമ്മളിപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണിത്. ഇപ്പൊ കുട്ടികളുടെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കാർട്ടൂൺസ് അങ്ങനെ പല ടൈപ്പ് ഡിസൈൻസ് നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് പല ടൈപ്പ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ കാർട്ടൂൺസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സോഫ്റ്റ് ടവൽ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പം നമുക്ക് സോഫ്റ്റ് ആവുന്നത് കൊണ്ട് വേറെ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിക്കൊള്ളുക അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഏകദേശം ഈ വർക്ക് കഴിയാറായിട്ടുണ്ട്. ഒരു 2-3 ഡിസൈനും കൂടി വന്നു കഴിഞ്ഞാൽ ഈ വർക്ക് ഇവിടെ ഫിനിഷായി. നിങ്ങൾക്ക് കാണാം, വളരെ ഭംഗിയും അതേപോലെ തന്നെ വളരെ സോഫ്റ്റ് ആണ് ഇത് തൊടുമ്പം തന്നെ. ഇതിപ്പം കുട്ടികളുടെ ഡ്രസ്സിലായതുകൊണ്ട് നമുക്ക് ഇവിടെ സെന്ററിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത ഒരു ഇതിലാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ വേണമെങ്കിൽ ചെറിയ ബീഡ്സ് പോലെയോ എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് വെക്കാം. ബീഡ്സോ അതേപോലെ സ്റ്റോൺ പോലെയോ എന്ത് വേണമെങ്കിലും വെക്കാം. പക്ഷെ കുഞ്ഞുങ്ങളുടെ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല.
ഇതിപ്പോ ഏകദേശം ഇത്ര വരെയുള്ള ഒരു വർക്ക് എന്ന് പറയുമ്പോൾ ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ വർക്ക് ഫിനിഷ് ആവും. ഇതിപ്പം നമുക്ക് ഓൾ ഓവർ പോലെ വേണമെങ്കിലും ചെറിയ ചെറിയ ഡിസൈൻസ്, അതേപോലെ ചെറിയ ചെറിയ മോട്ടീഫ് പോലെ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രയും പാർട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് എത്ര ലെങ്ത്തിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുത്താൽ മതി. ഇത് കണ്ടോ? പടിയിലെ വാട്ടർ സോളുകൾ ഇതേപോലെ ചെറിയ പ്ലീറ്റ്സ് പോലെ കൊടുത്തു കഴിഞ്ഞാലും ചെറിയ കുട്ടികൾക്കായാലും നമുക്ക് അടിഭാഗത്ത് ചെറിയൊരു ഫ്രോക്ക് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഭംഗിയാണ്. ഇതിപ്പോൾ വാട്ടർ സോളുബിൾ ഉള്ളത് കൊണ്ടാണ് അടിയിൽ ഇത്രയും തിക്കായിട്ട് നിൽക്കുന്നത്. ഒന്നും കൂടി നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് നിന്നോളൂ. ഉപയോഗിച്ചിരിക്കുന്ന മെഷീൻ വന്ന് തായ്സെങ് എംബ്രോന്റെ പേൾ എന്ന് പറയുന്ന ബ്രാൻഡാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെ അത്യാവശ്യമുണ്ട്. നമുക്ക് ഏത് ഡിസൈൻ ചെയ്യണമെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് മെഷീനിനെ കുറിച്ചോ ട്രെയിനിങ്ങിനെ കുറിച്ചോ സോഫ്റ്റ്വെയറിനെ കുറിച്ചോ ഇനി ഏതെങ്കിലും രീതിയിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.